ഇന്ത്യ ബംഗ്ലാദേശ് ട്രേഡ് കുളമായി. പല ഇന്ത്യൻ ഗുഡ്സിനും ബംഗ്ലാദേശ് അഡീഷണൽ ടാരിഫ് അമേരിക്ക ഏർപ്പെടുത്തുന്ന പോലെ ഏർപ്പെടുത്തി. ഇന്ത്യൻ സവാളയുടെ കാര്യം ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞു. അത് വളരെ ഇന്ത്യയിൽ അതിൻ്റെ വില കുറഞ്ഞു. കാരണം 13 ലക്ഷം ടണ്ണാണ് ഒരു വർഷം ഇന്ത്യയിൽ നിന്നും അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇന്ത്യൻ കോട്ടൺ, അതായത് ബംഗ്ലാദേശികൾ ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യയിൽ നിന്നും കോട്ടൺ വാങ്ങിയിട്ട് ആ കോട്ടൺ ഗാർമെൻറ്റ് അപ്പാരലായിട്ട് എടുത്ത്, കാരണം ഇന്ത്യ വളരെ ചീപ്പായിട്ട് ഇത് കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം സബ്സിഡൈസ്ഡ് ആയിട്ട് ഇന്ത്യ ബംഗ്ലാദേശിനെ സഹായിക്കാൻ വേണ്ടി. പിന്നെ അതേപോലെ തന്നെ കോട്ടൺ കർഷകർക്ക് ഈ സാധനം വിറ്റുപോവുകയും ചെയ്യും. ആ പരിപാടി അതവർ പൂർണ്ണമായിട്ട് കൂടുതൽ ടാരിഫ് ഏർപ്പെടുത്തുക മാത്രമല്ല, അത് ബാൻ ചെയ്ത് പൂർണ്ണമായിട്ട് ഒരു അമേരിക്കൻ കോട്ടൺ എടുക്കാൻ തീരുമാനിച്ചു. ബാക്കിയുള്ള സംഭവങ്ങൾ നിങ്ങൾക്കറിയാം. ബോർഡർ ഡിസ്പ്യൂട്ട്, ബോർഡറിലുള്ള പ്രശ്നം, ഇവിടെ നിന്നുള്ള കന്നുകാലികളെ അങ്ങോട്ട് കൊണ്ടുവന്ന പ്രശ്നം, അതിൻ്റെ BSF വെടിവെപ്പ്, ആൾക്കാർ മരിക്കുന്നു ഓരോ ആഴ്ചയിൽ ഇത്ര വെച്ച്. അതേപോലെ ഇന്ത്യയുടെ ബോർഡർ സ്റ്റേറ്റായ ബംഗാളിലും അസമിലും ഇലക്ഷൻ കമ്മീഷൻ്റെ SIRുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പ്രശ്നമുണ്ടാകുന്നു. പിന്നെ മുർഷിദാബാദ് വെസ്റ്റ് ബംഗാളിലുണ്ടാകുന്ന പ്രശ്നം, അവിടെ ബാബറി മസ്ജിദ് പണിയാൻ വേണ്ടിയുള്ള ശ്രമം, അതിന് ഈ പറയുന്നവർ ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശി മുസ്ലിങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ആസാമിലും ബംഗാളിലും ഇലക്ഷൻ നടക്കാൻ പോകുന്നു. ആസാമിൻ്റെ മുഖ്യമന്ത്രി ബംഗ്ലാദേശികളെ പറയുന്നതും അവിടുത്തെ മുസ്ലിങ്ങളെ പറ്റി പറയുന്ന കമൻറ്റുകളൊക്കെ ഒരു ഭാഗത്ത്. ഇതിനിടയ്ക്ക് ബംഗ്ലാദേശ് ഇലക്ഷൻ നടന്നു. ഏറ്റവും പ്രധാനം, അന്നത്തെ ഏകദേശം 15 വർഷം പ്രധാനമന്ത്രിയായത് ഷെയ്ഖ് ഹസീന, അവർ ഇന്ത്യയിലോട്ട് പൊളിറ്റിക്കൽ അസൈലവുമായിട്ട് ഇന്ത്യയിൽ വരുന്നു. അവിടുത്തെ കോർട്ട് അവരെ കൺവിക്റ്റഡായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു.